ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് ആദ്യമായി ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്ന ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ തന്റെ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ, നേട്ടമുണ്ടാക്കണമെങ്കിൽ 2-3 പടവുകൾ താണ്ടി മുന്നേറുവാൻ സാധ്യമാകേണ്ടതുണ്ട്. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി ഈ 2-3 മേഖലകളിൽ തൻ്റെതായ അസ്തിത്വം അത് ഏറ്റവും നല്ല നിലയിൽ ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് വിജയം നേടുവാൻ സാധിക്കുന്നത്. അത് ഇഹലോകത്തും പരലോകത്തും 2 ലോക ജീവിതത്തിലും ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ഒരാൾ തൻ്റെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധനായി, അവിടെ നല്ല സ്വഭാവ പെരുമാറ്റങ്ങൾ കൊണ്ട് നിലനിന്നു പോകുവാൻ കഴിയുന്ന ഒരാളായിരിക്കും. വ്യക്തി ജീവിതം നന്നാക്കുന്നതോടൊപ്പം തന്നെ താൻ ഏറ്റവും ആദ്യമായി ഇടപെടുന്ന, പെരുമാറുന്ന തൻ്റെ കൂടെയുള്ളവരാണ് തൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബ ജീവിതത്തിലും ആ ഒരു മികവ്, ഒരു മേന്മ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധ്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് ഒറ്റയ്ക്കോ കുടുംബം കൊണ്ട് മാത്രമോ ജീവിക്കുക അസാധ്യമാണ്. അവിടെയാണ് സാമൂഹികമായ ബന്ധങ്ങൾ അനിവാര്യമായി വരുന്നത്. ആ സാമൂഹിക ബന്ധത്തിലും ഏറ്റവും നല്ല നിലയിലുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അവന് വിജയിക്കുവാൻ കഴിയുമെന്നതാണ്.
അത് ഇഹലോകത്തേക്കും പരലോകത്തേക്കുമുള്ള ഒരു നേട്ടമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 104-ാമത്തെ വചനം, ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സി വമൻ അമിയ ഫഅലൈഹാ വമാ അന അലൈക്കും ബിഹഫീർ. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള കണ്ണ് തുറപ്പിക്കുന്ന, നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന അറിവുകൾ, തെളിവുകൾ വന്നെത്തിയിട്ടുണ്ട്. ഫമൻ അബ്സറ ഫലിനഫ്സി, ആരാണോ ആ കണ്ണ് തുറപ്പിക്കുന്ന, നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ആ ആശയങ്ങളെ സ്വീകരിക്കുന്നത്, അത് ഫലിനഫ്സി, അവന് സ്വന്തത്തിന് വേണ്ടിയാണ്. അത് അവന്റെ വ്യക്തി ജീവിതത്തിലെ ഗുണത്തിനും നേട്ടത്തിനും വേണ്ടിയുള്ളതാകുന്നു. വമൻ അമിയ, ഇനി ആരെങ്കിലും അതിനോട് അന്ധത കാണിക്കുന്നുവെങ്കിൽ, അതിനെ കണ്ണടച്ച് നിഷേധിക്കുന്നുവെങ്കിൽ, തള്ളിക്കളയുന്നുവെങ്കിൽ, ഫഅലൈഹ, അതിന്റെ ദോഷം അവനുണ്ടാകും. അപ്പൊ ആരെങ്കിലും അതിനെ നേർക്കുനേരെ മനസ്സിലാക്കി സ്വീകരിക്കുവാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് അവനാണ്. ഫലിനഫ്സിഹി, അത് അവന് സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി അതിനോട് ആ ഉൾക്കാഴ്ച നൽകുന്ന കാര്യങ്ങളോട് കണ്ണടച്ച് അന്ധമായി അതിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിലോ ഫഅലൈഹ, അതിന്റെ ദോഷം അവനെ ഏൽക്കേണ്ടി വരും. വമാ അന അലൈക്കും ബിഹഫീർ, ഇതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മേൽ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരിക്കലും സൂക്ഷിപ്പുകാരനായി, അല്ലെങ്കിൽ നിങ്ങളെ കാത്തുകൊള്ളുവാൻ കഴിയുന്നവനല്ല. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അത് മനുഷ്യന് സ്വന്തമായ നേട്ടങ്ങൾ ആദ്യം ഉണ്ടാക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിലെ ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നന്മ തിന്മകളെ മനസ്സിലാക്കി നേരായ വഴി എന്ത് എന്ന് വ്യക്തമായി കണ്ടെത്തി അതിനെ പിന്തുടർന്നു പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ആ മനുഷ്യന് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. വ്യക്തിപരത്തിൽ ഒതുങ്ങുന്നുണ്ടോ അതല്ല, അത് അവന്റെ കുടുംബ ജീവിതത്തിന് സന്തോഷം ഉണ്ടാക്കും. അവന്റെ കുടുംബ ജീവിതത്തിന് ഏറ്റവും നന്മ നിറഞ്ഞ ഒരവസ്ഥ സൃഷ്ടിക്കുവാൻ അത് കാരണമാകും. അതോടൊപ്പം തന്നെ അവൻ സാമൂഹികമായ ഇടപെടലുകളില്, സാമൂഹ്യ ബന്ധങ്ങളില്, പെരുമാറ്റങ്ങളിലൊക്കെ അവൻ ഏറ്റവും ഉന്നതമായ ആ ഒരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അടുത്ത സൂറത്തുൽ യൂനുസിലെ 108-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഖുൽ യാ അയ്യുഹന്നാസു ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബികും, പറയുക മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സത്യമിത വന്നെത്തിയിരിക്കുന്നു. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, ആരാണോ ആ സത്യത്തെ, ആ ഹിദായത്തിനെ സ്വീകരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവൻ ആ ഹിദായത്ത് സ്വീകരിക്കുന്നത്? അല്ലാഹുവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടിയാണോ? നാഥന്റെ കൽപ്പനകളെ അനുസരിച്ച് ആ ശരിയായ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നത്, അല്ലാഹുവിന് ഇവൻ ഈ ഹിദായത്ത് സ്വീകരിച്ചില്ലെങ്കിൽ, ഇവൻ ഈ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വരുമെന്നത് കൊണ്ടാണോ? അല്ല. അത് ആർക്ക് വേണ്ടിയാണ്? അവന് സ്വന്തം തന്നെയാണ്. നേർമാർഗം പിൻപറ്റി ജീവിക്കുവാനുള്ള സന്നദ്ധത, അതിന്റെ നേട്ടവും ഗുണവും അനുഭവിക്കുന്നത് ആരാണ്? ആത്യന്തികമായി അത് അവൻ തന്നെയാണ്. ഇനി അതിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുകയാണെങ്കിലോ അതിന്റെ ദോഷം, അതിന്റെ നാശം, അതിന്റെ നഷ്ടം സംഭവിക്കുന്നത് ആർക്കാ? അത് അവന് തന്നെയാകുന്നു. അവിടെയും പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ആ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കുന്നവനല്ല. അതൊക്കെ നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങളാണ്, സ്വന്തമായ ആവശ്യങ്ങളാണ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത് എന്നാണ്. സൂറത്തുൽ നംലിലെ 40-ാമത്തെ വചനം, ആരെങ്കിലും നന്ദിയുള്ളവനാകുന്നുവെങ്കിൽ, നന്ദിയോടുകൂടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, കിട്ടിയ അനുഗ്രഹങ്ങളോട് കൃതജ്ഞതാബോധത്തോടു കൂടെ ആ രക്ഷിതാവിന്റെ കൽപ്പനകളെ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ സംസ്കരിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ, ലഭിച്ച അനുഗ്രഹങ്ങളെ ആ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാനുള്ള സന്മനസ് കാണിക്കുന്നുവെങ്കിൽ ആർക്കാണ് അതിന്റെ ഗുണം? അതിന്റെ ഗുണം അവന് സ്വന്തം തന്നെയാകുന്നു ലഭിക്കുന്നത് എന്നാണ്.
സൂറത്തു ഫാത്തിറിലെ 18-ാമത്തെ വചനം, വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി വഇലല്ലാഹിൽ മസീർ. വമൻ തസക്കാ, ആരെങ്കിലും സംസ്കരിക്കുവാൻ, ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അവന് വേണ്ടി തന്നെയാകുന്നു. അവന് വേണ്ടി തന്നെയാണ് അവൻ തന്റെ ജീവിതത്തില് സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നത്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളോട് അകലം പാലിച്ച് വേറിട്ട് നിന്ന് നേരായ വഴിയിലൂടെ നീങ്ങുവാനുള്ള ആ സംസ്കരണ ചിന്ത, ആ ക്രിസ്തീയത്വ ബോധം, അത് എന്തിനു വേണ്ടിയാണ്? അത് അവന്റെ ജീവിത ഗുണത്തിന് വേണ്ടി തന്നെയാണ്, അവന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാകുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 46-ാമത്തെ വചനം, മൻ അമില സാലിഹൻ ഫലിനഫ്സി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. മൻ അമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആർക്ക് വേണ്ടിയാണത്? ഫലിനഫ്സി, അത് അവന് വേണ്ടി തന്നെയാണ്. നമ്മൾ പലപ്പോഴും എന്താ ആലോചിക്കാറ്? ഞാനിത് അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. അതെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ അവന് വേണ്ടി തന്നെയാണ് നിർവഹിക്കുന്നത്. പക്ഷേ അതിന്റെ ആത്യന്തികമായ ഗുണം, നേട്ടം ആരാണ് അനുഭവിക്കുന്നത്? അതിന്റെ സുഖ ഐശ്വര്യങ്ങളെ ആസ്വദിക്കുന്നത് ആരാണ്? നമ്മുടെ സ്വന്തമാണ്, നമുക്ക് മാത്രമാണ് അതിന്റെ ആത്യന്തികമായ ഗുണം ലഭിക്കുന്നത്. അവിടെയാണ് മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? അവന് തന്നെയാണ്. വമൻ അസാഅ ഫഅലൈഹാ, ഇനിയോ തിന്മയുടെ വഴിയിൽ ചീത്ത മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലോ ഫഅലൈഹാ, അതിന്റെ പ്രയാസങ്ങള്, അതിന്റെ ദുരിതങ്ങള്, അതിന്റെ അനന്തര ഫലങ്ങള് അനുഭവിക്കേണ്ടി വരുന്നത് അവൻ മാത്രമാകുന്നു. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. ഇതിന് അല്ലാഹു കൂടി പറഞ്ഞു, നിന്റെ റബ്ബ് ഒരിക്കലും അടിമകളോട് അന്യായം കാണിക്കുന്നവനല്ല, അതിക്രമം പ്രവർത്തിക്കുന്നവനല്ല. ആരാണോ നന്മ ചെയ്തത്, ആരാണോ ശരിയുടെ പാതയിലൂടെ നീങ്ങിയത്, അതിന്റെ ഗുണം അവന് കിട്ടും. ഇനിയോ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചവനോ അതിന്റെ അനന്തര ഫലവും അവന് തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. ദാനധർമ്മങ്ങൾ ചെയ്തു, സത്യസന്ധമായി ജീവിക്കുന്നു, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നെങ്കിൽ അതിലൂടെ അവൻ അല്ലാഹു എളുപ്പം നൽകും. പിശുക്ക് കാണിച്ചു, സത്യത്തെ നന്മയെ നിഷേധിച്ചു കളഞ്ഞു, അവന് ലഭിക്കുന്നത് അവന് പ്രയാസത്തിന്റെ വഴിയിലേക്കാണ് അല്ലാഹു നയിക്കുക. നന്മ ചെയ്ത് നേരായ വഴിയിലൂടെ നീങ്ങുന്നുവെങ്കിൽ അവന് എളുപ്പമാണ് നൽകുന്നത്, എളുപ്പത്തിലേക്കാണ് അവനെ നയിക്കുന്നത്. തിന്മയാണെങ്കിൽ അവന്റെ മാർഗമെങ്കിലോ അവന്റെ സഞ്ചാരം, അവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പ്രയാസത്തിലേക്കാണ്. അപ്പൊ ഏതൊരു മാർഗത്തിലൂടെയാണെങ്കിലും നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നന്മകൾ ചെയ്യുന്നത് അതിന്റെ ഗുണം അത് നമുക്ക് വേണ്ടിയാണ്. ശരിയായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അതിന്റെ ആത്യന്തികമായ നേട്ടം അനുഭവിക്കുന്ന നമ്മളാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 6-ാമത്തെ വചനം, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ബിനഫ്സിഹി ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. വമൻ ജാഹദ, ആരെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിൽ, ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ, എന്തിനു വേണ്ടിയാണത്? ഫഇന്നമാ യുജാഹിദു ബിനഫ്സിഹി, അത് അവന് സ്വന്തത്തിന് വേണ്ടിയാണ്. അതല്ലാതെ പിന്നാലെ അല്ലാഹുവിന്റെ കാര്യം വളരെ വ്യക്തമാണ്, ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. തീർച്ചയായും അല്ലാഹു ലോകരുടെ കാര്യത്തിൽ വളരെ ഐശ്വര്യവാനാണ്, അവൻ സർവ സമ്പന്നനാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ, നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഗുണം, അതുകൊണ്ട് അല്ലാഹുവിന് വലിയ നേട്ടം നേടാൻ, അല്ലാഹുവിന് വലിയ ഐശ്വര്യം ഉണ്ടാകുവാൻ ഇല്ല. ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. ഈ ആളുകളുടെയൊക്കെ കാര്യത്തെ കുറിച്ച് അല്ലാഹു സ്വയം സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്. നിങ്ങൾ നിങ്ങൾ അത്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നു, നിങ്ങൾ ധർമ്മ പോരാട്ടം നടത്തുന്നു, സമരസജ്ജനായി തിന്മയ്ക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ 5-6 കാര്യങ്ങൾ വിശദമായി പറയുന്ന സമയം 5-6 കാര്യങ്ങൾ ഞാൻ ഈ ഓതി വെച്ച ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിക്കുന്നത്. ഒന്ന്, ബസീറത്താണ്,
ഉൾക്കാഴ്ച, കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പിൻപറ്റാൻ സന്നദ്ധമാണോ എന്നാണ്. എവിടെ നിന്നാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ശരിയായ വഴി നമുക്ക് കിട്ടുന്നത്? അത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചര്യയിൽ നിന്നാണ്. നമുക്ക് ആ ബസീറത്തിലൂടെ നമ്മൾ ഏറ്റവും ഒന്നാമതായി ശരിപ്പെടുത്തേണ്ടത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദ, ഈമാൻ. ആ ഈമാൻ ശരിയാകുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് അനുബന്ധ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി വരുന്നത്. ഈമാനിനെ ശരിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശിർക്ക്, ബിദ്അത്തുകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വിശ്വാസ കർമ്മങ്ങളെ ഏറ്റവും നന്നാക്കി കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ ഇഹ്സാൻ, നന്മ പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുവാൻ സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. ശേഷം മൂന്നാമതായി ജിബ്രീൽ നബിയോട് ചോദിക്കുന്ന ചോദ്യം, മൽ ഇഹ്സാൻ, എന്താണ് നന്മ, അല്ലെങ്കിൽ എന്താണ് നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രവർത്തനം എന്ന് പറയുന്നത്? അവിടെ പ്രവാചകന്റെ വിവരണം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്, അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഏതുപോലെ? നീ അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരു വിശ്വാസമാണ്. അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയൊരു അടിത്തറ. നമുക്ക് റബ്ബിനെ നേർക്ക് നേരെ കാണാൻ കഴിയില്ലെങ്കിലും റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം അത് ഉള്ളിൽ അടിയുറച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കർമ്മങ്ങള്, നമ്മുടെ മറ്റു വിശ്വാസ, ആചാര, അനുഷ്ഠാന മേഖലകളിലെ എല്ലാം ഏറ്റവും ശരിയായ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിനും അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകും. അതിന് നമുക്ക് ഈ ഇഹ്സാൻ, ഈ ആത്മാർത്ഥത നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. അവിടെയാണ് നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കും. നമുക്ക് റബ്ബിനെ നേർക്ക് നേരെ കാണാൻ കഴിയില്ല, പക്ഷേ നമ്മൾ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ, ആ ബോധത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കാം. നീ കാണുന്നില്ലെങ്കിൽ നിന്നെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ബോധം നമ്മളുണ്ട്. നമ്മളിപ്പോ ഒരു മുതലാളിയുടെ കീഴിൽ, ഒരു ഉടമസ്ഥന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ജോലി സ്ഥലത്തിന് മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട്, ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമുക്ക് എന്താ കാരണം? എന്താ? നമ്മളെ അദ്ദേഹം നിരന്തരം നോക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ മുമ്പിലുണ്ട് എന്നത് നമുക്കൊരു ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ അദ്ദേഹം എവിടെയെങ്കിലും അപ്പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ പലപ്പോഴും ജോലിയിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില അലസതയൊക്കെ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ആ ഒരു ബോധം, ആ ഒരു ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ. അത് നമുക്കൊരു പ്രതീക്ഷയാണ്, നമുക്കൊരു ഉറപ്പ്, അതൊരു ആശ്വാസമാണ്. നമ്മളുടെ ഏത് ഘട്ടത്തിലും, അത് നമ്മൾ നന്മ ചെയ്യുമ്പോഴാണെങ്കിലും തിന്മ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഭാഗം കൂടിയാണ് റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ആ ഒരു ഉറപ്പ്. അതാണ് ബസീറത്ത്, ഉൾക്കാഴ്ചയോടുകൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. നാഥനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം, അതാണല്ലോ അഖീദ. എന്താണ് അഖീദ എന്ന് പറയുന്ന വിശ്വാസം? നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളില് നമുക്കറിയാം അഖീദ, അഖ്ലാഖ്, താരീഖ്, ഫിഖ്, ഇങ്ങനെയൊക്കെ 3-4 പുസ്തകങ്ങളാണ്. അതിൽ അഖീദ എന്താണ്? വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്താണ് ഈ അഖീദ എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം? ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയും. ആ അഖദ, ബന്ധിക്കുക എന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ഈ ഇഅ്തിഖാദ് അല്ലെങ്കിൽ അഖീദ എന്ന പദം വരുന്നത്. ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ആടിയിളകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ അത് ഇളകാതെ അടിയുറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എവിടെയെങ്കിലും കെട്ടിവെക്കും, അല്ലെങ്കിൽ ആടി അടിച്ച് ഉറപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ ഒരു പശ തേച്ചെങ്കിലും അവിടെ ഒട്ടിച്ചു. എന്തിനാ? അത് ഇളകാതിരിക്കാൻ. നമ്മുടെ ഹൃദയം എന്താ? ഹൃദയത്തിൽ നമ്മൾ അറബിയിൽ പറയുന്ന പദം എന്താ? ഖൽബ് എന്നാണ്.
ഇളകി മറിയുന്ന, തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ലാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആരുമായാണ് ബന്ധിപ്പിക്കുന്നത്? അല്ലാഹുവുമായാണ്. അവിടെയാണ് അഖീദ എന്ന പദത്തിന്റെ ആശയം പൂർണ്ണമാകുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കേവലമായ ഒരു ഊഹമോ ഒരു തോന്നലോ അല്ല, പകരം അത് അടിയുറച്ച് മനസ്സിന്റെ ഉള്ളിൽ ദൃഢമായി നിലനിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അഖീദ പൂർണ്ണമാകുന്നത്. നമ്മുടെ ഹൃദയത്തെ നാഥനുമായി ബന്ധിപ്പിക്കുന്നുവെങ്കിൽ ആ അഖീദ എന്ന ആ പദത്തിന്റെ ആശയം പൂർണ്ണമായി വരുന്നത് അവിടെയാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ആ നിലക്ക് അല്ലാഹുവുമായുള്ള ബന്ധം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ. അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഞാൻ 4-5 കാര്യങ്ങൾ, 5-6 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യത്യസ്ത ആയത്തുകളിൽ ഓതി വെച്ചു. ബസീറത്ത്, ഹിദായത്ത്, ശുക്ർ, തസ്കിയത്ത്, അമലു സാലിഹാത്ത്, ജിഹാദ്. ഈ 5-6 കാര്യങ്ങള് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളിൽ 5-6 ആയത്തുകളിലൂടെയാണ് അതിന്റെ ഒരു ചെറിയ ആശയം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്വന്തം ശരീരത്തിന്, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി, അത് നമ്മുടെ നേട്ടത്തിനാണ്. പിന്നെയോ നമ്മളുണ്ടാക്കുന്ന വ്യക്തിവിശുദ്ധിയുടെ ഗുണം അനുഭവിക്കുന്ന ആദ്യത്തെ വിഭാഗമാരാ നമ്മുടെ കുടുംബമാണ്. നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബത്തിന് അതിന്റെ ഗുണങ്ങൾ ഒരുപാട് അനുഭവിക്കുവാൻ, ആസ്വദിക്കാൻ കഴിയും. ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആനന്ദകരമായ ഒരു ജീവിതം അവിടെ സാധ്യമാകും. ഇനിയോ ആ കുടുംബത്തിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന മേഖലയാണ് സമൂഹം എന്നത്. നമ്മുടെ അയൽവാസികള്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ മറ്റ് സഹോദരങ്ങള്, ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് നന്മ പകരുവാൻ കഴിയുന്ന ഒരു അവസരം എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വ്യക്തി വിശുദ്ധി. അത് നമുക്ക് നേട്ടമുണ്ടാക്കുവാൻ, അതിലൂടെ നമുക്ക് വിജയം വരിക്കുവാൻ കഴിയും. അപ്പൊ ഇനി വിശദമായി സംസാരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മള് വ്യക്തി വിശുദ്ധി നിലനിർത്തുന്നതിലൂടെ കുടുംബം എന്ന ആ ഒരു മടവ് നമുക്ക് താണ്ടിക്കടക്കാം ഏറ്റവും ഒന്നായിട്ട്. അതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയും ഏറ്റവും നന്നായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും വിജയത്തിലേക്ക് എത്തുവാൻ ഒരു മനുഷ്യന് വളരെ എളുപ്പമാണ് എന്നുള്ളത്. അത്ര ആഴത്തിലുള്ള, അത്ര നമുക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ സങ്കീർണമായ ഒരു കാര്യമല്ല. ഇത് നമ്മൾ സാധാരണ ജീവിതത്തിൽ നിർവഹിച്ചു വരുന്ന, നടപ്പിൽ വരുത്തി വരുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ശ്രദ്ധിച്ച് അല്പം സൂക്ഷ്മതയോടുകൂടെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഉസ്സീകും വഇയ്യായ അസ്സലാമു ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനം, സന്തോഷം എന്ന് പറയും. ഒരു മനുഷ്യന് ഖനാഅത്ത്, തൃപ്തി, സംതൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമാധാനം നൽകുന്നത്. എന്താണോ നമുക്ക് ലഭിച്ചത് അതിനെ ഏറ്റവും സന്മനസ്സോടുകൂടെ, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ കഴിയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. നിനക്ക് സംതൃപ്തി അടയാവുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ നീയും ഈ ദുനിയാവിലെ ഒരു രാജാവും തുല്യനാണ്. രാജാവിന് കൊട്ടാരങ്ങളും പരിവാരങ്ങളും യഥേഷ്ടം സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ചിലപ്പോൾ അത് മതി വരാറില്ല.
എല്ലാ സുഖസൗകര്യങ്ങളും ലഭ്യമാണെങ്കിലും പക്ഷേ അതിൽ സംതൃപ്തി അടയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്നാൽ നമുക്ക് എല്ലാം ലഭിച്ച് വളരെ കുറഞ്ഞ വിഭവങ്ങളാണ് ലഭ്യമായിട്ടുള്ളതെങ്കിലും അത് നമുക്കൊരു തനാഴത്ത് തൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളാണ് ഐശ്വര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മളൊരു കുടിലിലാണ് കഴിയുന്നതെങ്കിലും കൊട്ടാര സമാനമായ ജീവിതം നയിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് നീയുമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു. നിനക്ക് സംതൃപ്തി അടയാവുന്ന ഒരു ഹൃദയമുണ്ടോ, നീയും ഒരു രാജാവും തുല്യരാണ് എന്നാണ്. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് സമാധാനപ്പെടുക, ആശ്വസിക്കുക എങ്കിൽ പിന്നെ നമുക്ക് എന്താ ആശങ്ക, നമുക്ക് എന്താ അസ്വസ്ഥതയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംതൃപ്തി അടയാൻ കഴിയും. ഒരിക്കലും നിങ്ങൾക്ക് അത് ചെറുതായി തോന്നില്ല. നമ്മള് 3-4 നേരം നന്നായി ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഒരു നേരം പോലും പശിയടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. കാരണം നമുക്ക് അല്ലാഹു നൽകിയ ആ അനുഗ്രഹത്തിൽ നമ്മൾ സംതൃപ്തരാണ്. നമ്മൾ അതൊരിക്കലും നിസ്സാരമായി തോന്നില്ല. പലപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കി അവർക്ക് ലഭിച്ച, അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥമാകണം. എന്താണ് ശരിക്കും ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് കിട്ടിയത് സംതൃപ്തി അടയുന്നത് പോലെ തന്നെ മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങളെ നോക്കി നമ്മൾ ആവലാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അസൂയയോ അസ്വസ്ഥതയോ നമുക്കില്ലെങ്കിലാണ് ഖനാഅത്ത് എന്ന അറബി പദത്തിന്റെ ആശയം പൂർണ്ണമാകുന്നതിനാണ്. നമുക്ക് ലഭിച്ചതിൽ സമാധാനിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവന് കിട്ടിയ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ അടുക്കലുള്ള വസ്തുക്കളെ കണ്ട് നമ്മളെ അസ്വസ്ഥമാകാതിരിക്കുക. അവിടെയാണ് ഖനാഅത്ത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ആനന്ദകരമായ ആ ഒരു ജീവിതം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സ്വർഗത്തിൽ ലഭിച്ചുകൊണ്ടാണ്. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാരെ, നേതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, വളരെ പ്രായം കുറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുറേ ആളുകൾ, പലരും പ്രത്യേകമായി വാചകങ്ങൾ ആവശ്യപ്പെടുകയും എല്ലാവരും ഏറ്റവും കൂടുതൽ ദൃശ്യമായി ആശ്വാസവും സമാധാനവും നൽകുന്നതിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ പല രീതിയിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു ഏറ്റവും എളുപ്പത്തിൽ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.